ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന അത്ഭുതകരമായ പ്രോഗ്രാമിലായിരിക്കുന്നതിനാലും ഇന്ന് ഞാൻ സുബോധത്തിന്റെ പുരോഗതിയിലാണ്. അതിന് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിനോടും ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു. ഹായ് ഏതായാലും ഷഫീഖ. ഹായ് ഹായ് ഷരീഫ്. ഹായ് ഹായ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അഥവാ ഓൺലൈൻ ഇന്റർനാഷണൽ കൺവെൻഷനിൽ എന്നെ പങ്കെടുപ്പിച്ചതിലും എനിക്കൊരു അവസരം തന്നതിലും ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം എന്താണ് സ്വീകാര്യത എന്നുള്ളതാണ്, അഥവാ അക്സെപ്റ്റൻസ്. വാട്ട് ഈസ് അക്സെപ്റ്റൻസ്? നമുക്കറിയാം, ഈ നമ്മൾ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റുകളുമായിട്ട് മുന്നോട്ട് പോയ ആളുകളാണ്. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും മറ്റേതൊരു സംഗതിയിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേയേറെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നമ്മൾ അതിന് നിന്ന് കൊടുക്കേണ്ടി വരുന്നു. അപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു കീഴടങ്ങലാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും അത് നമുക്കെന്തോ അസ്വസ്ഥതകൾ സൃഷ്ടിപ്പിച്ചു. നമുക്കെന്തോ ഒരു മുറിവേൽപ്പിക്കലുകൾ ഉണ്ടായി, അപമാനിക്കലുകൾ ഉണ്ടായി. അത് നമ്മളെ വീണ്ടും വീണ്ടും അസ്വസ്ഥരാക്കി. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞു പോന്നിരുന്നത്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്വീകാര്യത എന്ന് മലയാളത്തിൽ പറയുന്ന ഈ ഒരു വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പ്രാർത്ഥനയിലെ 1-ാമത്തെ വരിയിലുള്ള മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക എന്നുള്ളത്. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇതെന്താ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുകയല്ലല്ലോ വേണ്ടത്. മാറ്റുവാൻ പറ്റാത്തവയെ കാര്യങ്ങളെ സമ്മർദ്ദത്തിന്റെ ഇതുകൊണ്ട് ഞാൻ മാറ്റിയെടുക്കുകയല്ലേ വേണ്ടത്. അതായിരുന്നു ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ചെയ്തിരുന്നത്. എൻ്റെ കുടിയെ എനിക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ പല രീതിയിലും ഞാൻ തുടർന്ന് പോന്നിരുന്നു. മരുന്ന് കുടിച്ചിട്ടോ അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തിട്ടോ അല്ലെങ്കിൽ വിട്ടു നിന്നിട്ടോ ഒക്കെ ആയിട്ട്. പക്ഷെ ഈ ഒക്കെ എനിക്ക് അതുമായിട്ട് ഞാൻ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കുകയായിരുന്നു ചെയ്തത്. എയിൽ വന്നപ്പോഴാണ് എയിലുള്ള ആ പ്രാർത്ഥനയിൽ ഉള്ള കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, എൻ്റെ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തെ എനിക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നതല്ല. അപ്പൊ ഞാൻ അതിനെ അങ്ങ് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അഡ്ജസ്റ്റ്മെന്റുകളോ അല്ലെങ്കിൽ അംഗീകരിക്കലുകളോ അല്ല സ്വീകാര്യത എന്നുള്ളതാണ് എന്നെ പഠിപ്പിച്ചത്. സ്വീകാര്യത എന്നാൽ ഒരു സാഹചര്യത്തിന്റെ വസ്തുതകൾ, ആ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ നിയന്ത്രണത്തിൽ പെടാത്തതാണെങ്കിൽ അത് മറ്റു വ്യക്തികളായിക്കൊള്ളാം, അല്ലെങ്കിൽ സ്ഥലങ്ങളായിക്കൊള്ളാം, അല്ലെങ്കിൽ കാലാവസ്ഥയായിക്കൊള്ളാം, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ മരണങ്ങൾ, ഇത്തരം ഏതൊരു സാഹചര്യത്തിന്റെ വസ്തുതകളും പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കണം. അത് എങ്ങനെ ആയിരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെയേ ആകാവൂ എന്ന് തീരുമാനിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് സ്വീകാര്യത എന്നുള്ളത്. അഥവാ എൻ്റെ നിയന്ത്രണത്തിൽ പെടാത്ത പല കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികളാണ്, കാലാവസ്ഥകളാണ്, സാഹചര്യങ്ങളാണ്, ഇനി പിന്നെ രോഗങ്ങൾ, മരണങ്ങൾ, ഇങ്ങനെയുള്ള എൻ്റെ നിയന്ത്രണത്തിൽ പെടാത്ത പല കാര്യങ്ങളെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം എൻ്റെ വരുതിയിൽ വരണം. അത് വീട്ടിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, ഇനി ഒരു കല്യാണ വീടായിക്കൊള്ളട്ടെ, ഇനി ഏതെങ്കിലും ഒരു ക്ലബിന്റെ മീറ്റിങ്ങുകളായിക്കൊള്ളട്ടെ, ഇവിടെയൊക്കെ ഞാൻ എടുത്തിരുന്ന നിലപാട് ഇതാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം അവിടെയൊക്കെ നടക്കേണ്ടത്. അതിനെന്തെങ്കിലും വിരുദ്ധമായത് അവിടെ സംഭവിച്ചാൽ ഞാൻ അവിടെ നിന്ന് വാക്കൗട്ട് അടിക്കും. എന്നോടൊപ്പം എൻ്റെ അഭിപ്രായത്തിന് യോജിച്ച 2-3 പേരുണ്ടെങ്കിൽ അവരെയും കൂട്ടി ഞാൻ പുറത്തോട്ട് പോകും. അവരെടുക്കുന്ന ഒരു തീരുമാനവുമായിട്ട് ഞാൻ സഹകരിക്കുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ ഞാൻ ചെയ്യില്ല. അപ്പൊ ഇത്തരം ഒരവസ്ഥ കുടിക്കുന്ന കാലഘട്ടത്തും അല്ലെങ്കിൽ കുടിയിൽ നിന്ന് വിട്ട് നിന്ന് കുറച്ചു കാലവും എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെൻ്റെ ഒരു വൈകല്യമാണ് എന്നുള്ളത്. കാരണം ലോകത്തെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുമായി
വളരെയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരം സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാത്തത് കൊണ്ട് എനിക്ക് സന്തോഷവും സമാധാനവും ഇല്ല എന്ന് ഞാൻ പറയുന്നത് വളരെ വിഡ്ഢിത്തമാണ് എന്നുള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ നിയന്ത്രണത്തിൽ പെട്ടാത്ത ഏത് കാര്യത്തെയാണെങ്കിലും ഇന്ന് എനിക്ക് അതിനെ ഒരു മാറ്റങ്ങൾക്കും വിധേയമാക്കാതെ അതിനെ ഞാൻ അതേപടി ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ സുബോധാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എൻ്റെ സുബോധാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ എന്താണ് കോട്ടം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ എന്നിൽ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോൾ എൻ്റെ പ്രശാന്തത എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഉദാഹരണത്തിന്, ഞാൻ എന്നും രാവിലെ ഓഫീസിലോട്ട് പോകുന്നു. ഞാനൊരു സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് എന്നും ഞാൻ രാവിലെ ഓഫീസിലോട്ട് പോകുന്നു. വഴി നീളെ റോട്ടിൽ നീളെ വളരെ തിരക്കായിരിക്കും. ചിലപ്പം ആ ടൈമിൽ എനിക്ക് കൃത്യസമയത്ത് എൻ്റെ ഓഫീസിലോട്ട് എത്താൻ വേണ്ടി സാധിക്കില്ല. ഞാൻ എന്നും അതിനെ അലോസരപ്പെട്ടുകൊണ്ട് ആ സാഹചര്യത്തിനോട് നീരസപ്പെട്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻ്റെ അന്നത്തെ പ്രശാന്തത എന്നിൽ നഷ്ടപ്പെടും. അത് എൻ്റെ ജോലിയെ ബാധിക്കും. ഞാൻ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരോട് അതിൻ്റെ ഒരു മുഷിപ്പ്, എന്നിലുള്ള ഒരു പ്രസന്നത നഷ്ടപ്പെടുകയും പ്രശാന്തത നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാകും. ഇതുപോലെയാണ് പല സാഹചര്യങ്ങളിലൂടെയും ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതിലുണ്ട്. അത്തരം 1, 2, 3 കുറച്ച് ദിവസങ്ങൾ ഞാൻ അസ്വസ്ഥതയിൽ ആകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെ എൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ, ആ തിരക്കുകളിൽ നിന്ന് മാറി മറ്റൊരു റൂട്ട് ഞാൻ കണ്ടുപിടിക്കുകയും അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ സമയം എനിക്ക് ലാഭിക്കാം. എൻ്റെ പ്രശാന്തത എന്നിൽ നിന്ന് നഷ്ടപ്പെടില്ല. എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് വളരെ നല്ല രീതിയിൽ, സാധാരണ രീതിയിൽ എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് എനിക്ക് യോജിച്ച് പോകാൻ വേണ്ടി സാധിക്കും. ഇതിന് ഞാൻ തയ്യാറാവുക എന്നുള്ളതാണ്, അതിനു വേണ്ടിയാണ് ആൾക്കോളിസ് എന്നെ പരിശീലിപ്പിക്കുന്നത്. ഇനി എന്തിനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യം ഞാൻ എന്നെ സ്വീകരിക്കണം എന്നുള്ളതായി എന്നെ പഠിപ്പിച്ചത്. ഷെരീഫ് എങ്ങനെയാണോ, ഷെരീഫിൻ്റെ മദ്യാസക്തി എന്ന് പറയുന്ന രോഗം, അതിനെ ഷെരീഫ് സ്വീകരിക്കുക, ഉൾക്കൊള്ളുക. ശരിയായിരുന്നു. ഞാൻ തുടക്കത്തിൽ ഞാൻ മദ്യവുമായിട്ട് പൊരുതിക്കൊണ്ടിരുന്നത് എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എൻ്റെ മദ്യാസക്തിയെ എനിക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള മിഥ്യാധാരണയിലാണ്. വർഷങ്ങളോളം ആ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ഞാൻ മദ്യവുമായിട്ടുള്ള പോരാട്ടം ഞാൻ തുടങ്ങിയത്. ഇത് അവസാനിപ്പിച്ചത് ആൽക്കോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ മദ്യാസക്തി എന്ന് പറയുന്ന അവസ്ഥ ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്നും അതിനെ അതേപടി ഞാൻ സ്വീകരിക്കുക അഥവാ ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ്. അതിനുശേഷമാണ് ഞാൻ ആ മദ്യത്തോടുള്ള പോരാട്ടം അവസാനിപ്പിച്ചത്. മറ്റൊന്ന്, ജീവിതകാലത്ത്, ആ മദ്യപാന ജീവിത കാലഘട്ടത്ത് എന്നിൽ സംഭവിച്ചിരുന്ന ആ ഭൂതകാലത്തെ ഞാൻ അതേപടി സ്വീകരിക്കണം. അവിടെ ചിലപ്പം ധനപരമായ നഷ്ടങ്ങൾ എനിക്കുണ്ടായിരിക്കാം, സമയപരമായിട്ടുള്ള നഷ്ടങ്ങൾ എനിക്കുണ്ടായിരിക്കാം, എനിക്ക് കരിയറിൽ, എൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും ചിലപ്പോൾ വന്നിരിക്കാം, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഇതിനെയൊക്കെ ഞാൻ അതേപടി ഞാൻ സ്വീകരിക്കണം. അല്ലാതെ എപ്പോഴും ഞാൻ ആ പ്രശ്നങ്ങളിലോട്ട് നോക്കിയിരുന്നു കൊണ്ട്, അഥവാ ഒരു മാലിന്യ കൂമ്പാരത്തിലോട്ട് ഞാൻ അധിക കാലം നോക്കിയിരിക്കുകയോ, അധിക സമയം ഇല്ല എന്നുള്ളത് പോലെ തന്നെ ഞാൻ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കുകയും അതിൻ്റെ മുറിപ്പാടുകളിൽ വീണ്ടും വീണ്ടും വിരലോടിച്ചുകൊണ്ട് അതൊരു പുണ്ണാക്കി മാറ്റുകയും ചെയ്യാതെ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാനുണ്ടോ, ആ പാഠം ഉൾക്കൊള്ളുകയും വരുംകാല ജീവിതത്തിലേക്ക് അത് പ്രയോജനകരമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് എൻ്റെ ഭൂതകാലത്തോട് എനിക്ക് ചെയ്യാനുള്ളൂ. അത് ഞാൻ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് പറ്റുന്നത്. അല്ലാത്തിടത്തോളം കാലം ഞാൻ അതിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായ നഷ്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്
നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ സുന്ദരമായ അവസ്ഥയെ, പ്രശാന്തതയെ ഞാൻ നശിപ്പിച്ചു പോകും. അത് ഞാൻ അതേപടി ആ ഒരു കാലഘട്ടത്തെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് എനിക്ക് മുൻകാല ജീവിതത്തിലേക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പഠിച്ചത് ഉപകാരപ്പെടുമോ എന്ന് ഞാൻ നോക്കുന്നത്. മറ്റൊന്ന്, ഇത് എപ്പോഴും ഇന്നിപ്പോൾ ഒരു കാര്യത്തെ ഞാൻ സ്വീകരിച്ചു, ഞാൻ അതിനെ ഉൾക്കൊണ്ടു, എൻ്റെ ഓഫീസിലുണ്ടാകുന്ന ഒരു അവസ്ഥയെന്ന് എനിക്ക് കരുതുക. ഞാൻ അതിനെ സ്വീകരിക്കുന്നു, ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു, എൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റം ഞാൻ വരുത്തുന്നു. അഥവാ എൻ്റെ ജോലിസ്ഥലത്തുള്ള മേലധികാരി, അയാൾ എനിക്ക് വല്ലാത്തൊരു രീതിയിൽ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ജോലിഭാരം എനിക്ക് തരികയും ചെയ്യുന്നു. അപ്പം ഞാൻ എന്നും അതുമായിട്ട് മല്ലടിച്ച് പോരാടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെടുത്ത് പറഞ്ഞ് എന്നും വേണ്ടില്ലായിരുന്നു, എനിക്ക് ഈ ജോലി വേണ്ടില്ലായിരുന്നു, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് പോകുന്നതിന് പകരം എനിക്ക് അദ്ദേഹത്തിനോട് നേരിട്ട് പറയാം, സാർ ഞാൻ ഇത്രയേറെ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് സാറിനെ കൊണ്ട്, അതുകൊണ്ട് ഒന്ന് കുറച്ച് തരണം. ഇനി അദ്ദേഹം അത് കുറച്ച് തരുന്നില്ലെങ്കിലോ, ഞാൻ അവിടുന്ന് ഒരു ട്രാൻസ്ഫറിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജോലിയിൽ നിന്ന് എനിക്ക് മാറി മറ്റൊരു സ്ഥലത്ത് എനിക്ക് സുന്ദരമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥ ഞാൻ സൃഷ്ടിച്ചെടുത്ത് ഞാൻ അവിടെ സുന്ദരമായിട്ട് എൻ്റെ പ്രശാന്തത നഷ്ടപ്പെടുത്താതെ ഞാൻ ജോലി ചെയ്യും. ഇനി ഇതുപോലെ തന്നെയുള്ള മറ്റേതൊരു പ്രവൃത്തിയിലായാലും, ഒരു കോൺക്രീറ്റ് പണിക്കാരനോ അങ്ങനത്തെ ഒരാളാകുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി എടുക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ജോലി മാറ്റി വേറൊരാളെ കീഴിൽ ജോലി എടുക്കും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച തുടക്കകാലങ്ങളിൽ അല്ലെങ്കിൽ മദ്യപാന കാലഘട്ടത്ത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ ആ കുറ്റം പറഞ്ഞുകൊണ്ട് അതിനെ മായിട്ടുള്ള ഒരു പോരാട്ടം നടത്തി ഒന്നില്ലെങ്കിൽ ഞാൻ ജോലിക്ക് ഹാജരാകാതെ ഇരിക്കുന്നു, അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും ഞാൻ തന്നെ അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു കടന്നു പോരുന്നത്. ഇന്ന് എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അതേപടി ഞാൻ സ്വീകരിക്കുകയും മാറ്റുവാൻ പറ്റുന്ന കാര്യങ്ങളെ മാറ്റുവാനുള്ള ശ്രമം, അത് ഞാനാണ് ആ മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ, മറ്റാരും മാറിയിട്ടില്ലെങ്കിലും ആ മാറ്റം മാറിയിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിൽ വിഷമിച്ചിരിക്കുകയോ അതിൽ ഞാൻ ജോലിക്ക് ഹാജരാകാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ നഷ്ടങ്ങളും എനിക്കാണ് എന്നുള്ളൊരു ബോധ്യം ഇന്ന് എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് ചിലപ്പം ഞാൻ സ്വീകരിക്കുന്ന ചില പ്രവൃത്തികളെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ ഒരു പക്ഷേ എനിക്ക് നാളെ മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം. മാറ്റുവാൻ പറ്റുന്നവയാണ് മാറ്റേണ്ടത്. പക്ഷേ ഇന്ന് എനിക്ക് സ്വീകരിക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന എല്ലാ കുറ്റങ്ങളെയും കുറവുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യത്തെ ഒരു പക്ഷേ എനിക്ക് നാളെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തിപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ഞാൻ അപ്പോൾ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും എന്നെ പഠിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഓഫീസ് ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു സൂപ്പർവൈസർ തസ്തിക എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെങ്കിൽ, അയാൾ എന്നെ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ ആ ഒരു തസ്തിക മൂലം ഞാൻ ബുദ്ധിമുട്ടിലാകുന്നുണ്ടെങ്കിൽ, അയാൾ എന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ, എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ അതേപടി ഉൾക്കൊള്ളുന്നു. അത് അയാൾ എടുക്കുന്ന ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ തസ്തികയിൽ അയാൾ ചെയ്യേണ്ടുന്നൊരു ജോലിയാണ്. അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാൻ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അയാളുടെ ചില നിയന്ത്രണത്തിന് ഞാൻ നിന്നുകൊടുക്കുന്നു. നാളെ ഞാൻ ചിലപ്പോൾ ആ ഒരു സൂപ്പർവൈസർ തസ്തികയിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടിച്ചെന്നാൽ ഞാൻ എൻ്റെ കീഴ് ജീവനക്കാരെ ചിലപ്പോൾ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് എൻ്റെ നിയന്ത്രണത്തിൽ പെടുന്നതേത്, എൻ്റെ നിയന്ത്രണത്തിൽ പെടാത്തതേത് എന്നുള്ളതിന് എനിക്കൊരു വിവേകം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വിവേകം അല്ലെങ്കിൽ ജ്ഞാനം, വിസ്ഡം എന്ന് പറയുന്നതിനെ ഒന്നുകൂടി നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ ജ്ഞാനം എന്നൊക്കെ കാണാം. ഈ ജ്ഞാനം എന്നൊക്കെയുള്ളത് നമുക്കൊരു പ്രശാന്തതയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു പ്രാക്ടീസിലൂടെ എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത്
ഒരു സുബോധത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രശാന്തതയുടെ അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ പ്രശാന്തത തരുന്നത് ദൈവമാണ്. ആ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റുവാൻ പറ്റാത്തതേത്, മാറ്റുവാൻ പറ്റുന്നതേത്. ഇതിനെ രണ്ടും തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം, ഇതൊക്കെ ആ ദൈവം, ആ ഒരു ഹൈ പവർ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തരുന്നതാണ്. എങ്ങനെയാണ് അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക? ഞാൻ കരുതിയിരുന്നത് ദൈവം എനിക്കിതെല്ലാം വാരിക്കോരി തരും, അതുമൂലം എനിക്ക് മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി ഉണ്ടാകും, മാറ്റുവാൻ പറ്റുന്നവയെ എനിക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ ഞാൻ സന്നദ്ധനായെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ളത് ആൽക്കോളിക്സ് അനോണിമസിലൂടെയുള്ള ദീർഘകാലത്തെ പരിചയം കൊണ്ട്, ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 23 വർഷമായിട്ടുള്ള ഒരു പരിചയത്തിൽ 10 വർഷക്കാലം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. ഞാൻ സന്നദ്ധനായാൽ, ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ ഈ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല. ഞാൻ അക്ഷമനാകും. എനിക്ക് ലഭിക്കേണ്ടതിനെ കുറിച്ച് ലഭിച്ചിട്ടില്ല എങ്കിൽ ഞാൻ അസ്വസ്ഥനാകും. ആ അസ്വസ്ഥത മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ആ മുറിവേൽപ്പിക്കൽ തിരിച്ച് എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പ്രശാന്തതയെ, സുബോധത്തെ നഷ്ടപ്പെടുത്തും എന്നുള്ളത് ഇന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി എനിക്ക് തരണമേ എന്നുള്ളത്. ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്നദ്ധനായിക്കൊണ്ട് ഞാൻ പ്രവർത്തിക്കാനും ഞാൻ തീരുമാനിക്കുന്നു. എൻ്റെ നിയന്ത്രണത്തിൽപ്പെടാത്ത എല്ലാ കാര്യങ്ങളെയും അതേപടി ഞാൻ സ്വീകരിക്കാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, എനിക്ക് ഏതാണ് മാറ്റുവാൻ പറ്റുന്നത്? അങ്ങനെ മാറ്റുവാൻ പറ്റുന്നത് എൻ്റെ മനോഭാവമാണ്, എൻ്റെ പ്രവൃത്തിയാണ്. ഒരുപക്ഷെ എൻ്റെ ചിന്തകൾ പോലും എനിക്ക് മാറ്റാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ മനോഭാവത്തെയും എൻ്റെ പ്രവൃത്തിയെയും എനിക്ക് മാറ്റുവാൻ വേണ്ടി സാധിക്കുമ്പോൾ എൻ്റെ പ്രശാന്തതയ്ക്ക് ഒന്നുകൂടി, എൻ്റെ ജീവിതത്തെ പ്രശാന്തതയ്ക്ക് ഒന്നുകൂടി മാറ്റുകൂടുന്നു. ഒരാത്മീയ ഒരു സുസ്ഥിരാവസ്ഥ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നില്ലെങ്കിലും ഒരാത്മീയത ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ജീവിതത്തിൽ ഇനിയും ആൽക്കോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരകരമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി കഴിയുമെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ കാണുക, എൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് മറ്റുള്ളവരെ കാണുക എന്നുള്ള രീതിയായിരുന്നു. ഞാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ ചെയ്യണം. ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇന്ന് എന്നെ പഠിപ്പിച്ചു, ഷെരീഫെ, നീ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല, നീ പുരോഗതിയുടെ പാതയിലാണ്. നിന്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ കാഴ്ചപ്പാട് കൊണ്ട് നീ മറ്റുള്ളവരെ കാണുകയും അവരങ്ങനെ ആയിരിക്കണമെന്ന് ശഠിക്കുന്നതിനും പകരം നീ അവരെ കണ്ണുകൊണ്ട് അവരെ കാണുക ആണെങ്കിൽ ഒരു പക്ഷേ നിനക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. ഏതായാലും ആൽക്കോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് മറ്റുള്ളവരോട് ദയ കാണിക്കാനും കരുണ കാണിക്കാനും, അവരും പുരോഗതിയിലെ പാതയിലാണ്, അവരും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ അതേപടി സ്വീകരിക്കാൻ, കാലാവസ്ഥയെ സ്വീകരിക്കാൻ, സാഹചര്യങ്ങളെ സ്വീകരിക്കാൻ, രോഗത്തെയും മരണത്തെയും പഠിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളെയും നിങ്ങൾ സ്വീകരിക്കാൻ പഠിക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. രോഗം എനിക്ക് വരാം, മരണം എനിക്ക് വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എനിക്ക് വരാം. അതിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ക്രിയാത്മകമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നത്. ഒരു രോഗാവസ്ഥയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കണ്ടുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ, മക്കളുടെ പഠിപ്പിനെ കണ്ടുകൊണ്ട് അതിനെയൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് ഇവയെയൊക്കെ അതേപടി സ്വീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒന്നിനോടുമുള്ള പോരാട്ടം എനിക്ക് തുടരേണ്ടി വരുന്നില്ല എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഏതായാലും ഇന്ന് ഈ ഒരു അവസരം എനിക്ക് തന്ന ഇന്റർനാഷണൽ കൺവെൻഷന്റെ ആളുകൾക്ക്, അതിന്റെ ഓർഗനൈസ് ചെയ്തവർക്ക് എല്ലാവിധ നന്ദിയും എൻ്റെ സന്തോഷവും ഞാൻ പങ്കിടുന്നു. ഓക്കെ, നന്ദി.